ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത് ഞാൻ മൾട്ടി ഫംഗ്ഷൻ ഹെയർ സ്റ്റൈലർ സെറ്റ് ആണ് കേട്ടോ. അപ്പോൾ ഇതെനിക്ക് വേണ്ടപ്പെട്ട ഒരാൾ പുറത്തുനിന്ന് വന്നപ്പോൾ കൊണ്ട് തന്നൊരു ഗിഫ്റ്റ് ആണ് കേട്ടോ. അപ്പോൾ ഇത് ഞാൻ ഇതുവരെ യൂസ് ചെയ്തിട്ടില്ല, കാരണം എനിക്ക് ഇത് യൂസ് ചെയ്യാൻ അറിയത്തില്ല. എനിക്ക് ആകെ സ്ട്രൈറ്റ്നർ മാത്രമേ യൂസ് ചെയ്യാനുള്ളൂ, കേളറൊന്നും ഞാൻ അങ്ങനെ യൂസ് ചെയ്തിട്ടില്ല. അപ്പോൾ ഇതിനകത്ത് കുറേ ഐറ്റംസ് ഉണ്ട്. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് കൂടെ അറിയുന്നതൊക്കെ ഉണ്ടെങ്കിൽ എനിക്കൊന്ന് പറഞ്ഞു തരണം. അപ്പോൾ അതേപോലെ എനിക്കൊന്ന് ചെയ്ത് നോക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ സെറ്റ് കേട്ടോ. അപ്പോൾ ഇതിനകത്ത് കുറേ സംഭവങ്ങൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇത് ഓപ്പൺ ആയിട്ട് കാണിച്ചു തരാം. എനിക്കിത് എങ്ങനെ യൂസ് ചെയ്യുന്നതെന്ന് അറിയത്തില്ല. ഇതിനകത്ത് 2 years വാറന്റി എന്നൊക്കെ പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. 800 വാൾട്ടിൻ്റെയാണ്. അപ്പോൾ നമുക്ക് എന്തായാലും ഇത് ഓപ്പൺ ആയിട്ട് നോക്കാം. അപ്പോൾ നമ്മൾ ഓപ്പൺ ആക്കി വരുമ്പോൾ ഇങ്ങനെയാണ് കാണുന്നത് കേട്ടോ. അപ്പോൾ ഇത് നമ്മുടെ വാറന്റി കാർഡാണ്. ഇത് നമുക്ക് എന്തായാലും മാറ്റി വെക്കാം. പിന്നെ ഇത്രയും ഐറ്റംസ് ആണ് ഇതിനകത്തുള്ളത്. ഇതിനകത്ത് എന്തായാലും ഒരു 8 എണ്ണം ഉണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിത് ഓരോന്നോരോന്നായിട്ട് നോക്കാം. സത്യം പറഞ്ഞെങ്കിൽ മേക്കപ്പിൻ്റെ ആണെങ്കിൽ എനിക്ക് ചെറിയ പിടുത്തം, പക്ഷേ ഹെയറിന് എനിക്ക് സത്യം പറഞ്ഞെങ്കിൽ ഒരു പിടുത്തം ഇല്ല കേട്ടോ. എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് നെയിം പോലും എനിക്ക് അറിയത്തില്ല. എന്തായാലും ഞാനിത് ഓപ്പൺ ആക്കി നോക്കാം കേട്ടോ. ഇതിനകത്ത് എനിക്ക് ആകെ സ്ട്രൈറ്റ്നർ എനിക്ക് യൂസ് ചെയ്യാൻ എനിക്കറിയാം കേട്ടോ. ഇതിനകത്താണ് തോന്നുന്നത് ഓരോന്നോരോന്ന് വരുന്നത്. ഇത് നമുക്ക് 3 പിന്നാണ്. 3 പിന്നിലാണ് ഇത് ചെയ്യേണ്ടത് കേട്ടോ. ഇതിനകത്ത് ഓണും ഓഫൊക്കെ ഉണ്ട് തോന്നുന്നത്. ഇതാണ് ഓൺ ഓഫ്. അപ്പോൾ ഇതിനകത്തായിരിക്കും നമ്മൾ ഇത് ഓരോന്നോരോന്ന് സെറ്റ് ചെയ്തെടുക്കേണ്ടത്. നമുക്ക് നോക്കാം. എന്നാലും ഇതിവിടെ വെക്കാം. യൂസ് ചെയ്യാൻ അറിയുന്നവരുണ്ടെങ്കിൽ എനിക്കൊന്ന് പറഞ്ഞു തരുന്നത് എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ കേട്ടോ. ഇതിനകത്ത് നമുക്ക് ഫസ്റ്റ് ഇത് ഇതിനകത്ത് വരുന്ന ഒന്നാണ് കേട്ടോ. ഇത് എനിക്ക് തോന്നുന്നത് കേളി കഴിഞ്ഞാൽ തോന്നുന്നു. ഇങ്ങനെ നമ്മുടെ ഹെയർ ഇങ്ങനെ ചുറ്റുന്നതാണെന്ന് തോന്നണം. ഇത് ഇതിനകത്തേക്ക് ഫിറ്റ് ചെയ്ത് കൊടുക്കണം. ഇതിനകത്തേക്ക് ഇങ്ങനെ ഫിറ്റ് ചെയ്തതിന് ശേഷം 0, 1, 2, 3 എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് ഇങ്ങനെ സ്പീഡ് കൂട്ടാനും കുറയ്ക്കാനും ആണെന്ന് എനിക്ക് തോന്നുന്നത്. ഇത് വെച്ചിട്ട് നമുക്കിതിങ്ങനെ കേൾ ചെയ്യാൻ പറ്റുമായിരിക്കും തോന്നുന്നു. അപ്പോൾ ഇതാണ് ഒന്നാമത്തത്. ഇത് ഇനിയിപ്പോൾ നമ്മൾ യൂസ് ചെയ്യുമ്പോൾ നമുക്ക് ഇതിനകത്ത് വേറെ രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റുമെന്ന് അറിയത്തില്ല. എന്തായാലും നമ്മളിപ്പോൾ ഇങ്ങനെ കേൾ ചെയ്യാൻ വേണ്ടിയിട്ടല്ല ഇങ്ങനത്തെ നമ്മൾ യൂസ് ചെയ്യുന്ന കോമ്പൊക്കെ. അപ്പോൾ ആ ഒരു രീതിയിലാണ് ഞാൻ പറഞ്ഞത്. തെറ്റാണെങ്കിൽ എനിക്ക് അറിയത്തില്ല. ഞാൻ എൻ്റേതായ ഒരു രീതിയിൽ ഞാൻ പറഞ്ഞതാട്ടോ. ഇതൊന്ന്. രണ്ടാമത്തത് ഇതാണ് കേട്ടോ. സത്യം പറഞ്ഞത് എന്താ സാധനം എനിക്ക് മനസ്സിലായിട്ടില്ല കേട്ടോ. നമ്മളെ കത്രിക മാതിരിയൊക്കെ എനിക്ക് തോന്നുന്നുണ്ട്. ഇത് നമുക്ക് ഇതിൽ തന്നെ ഫിറ്റ് ചെയ്ത് കൊടുക്കാനാണ്. ഇതിൽ ഫിറ്റ് ചെയ്ത് കൊടുത്തതിന് ശേഷം അടിപൊളി. എനിക്ക് തോന്നണത് ഇതിങ്ങനെ നമ്മളിങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ വെച്ചിട്ട് എന്നിട്ട് ഇങ്ങനെ ആക്കിയിട്ട് ഇങ്ങനെ ചുറ്റെടുക്കുന്നതാണോ എന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. എന്തായാലും നോക്കാം. നമുക്കിത് ഇങ്ങനെ വെച്ചതിന് ശേഷം ഇങ്ങനെ ഉള്ളിക്കൂടിയിട്ട് എനിക്ക് തോന്നുന്നത് ഈ ഫ്രണ്ടിൽ 2 സൈഡിൽ ഇങ്ങനെ ഹെയർ ഇടുന്നില്ലേ, ഇങ്ങനെ ഹെയർ ഇടുന്നത് ഇങ്ങനെ ചുറ്റി വെക്കാനാണോ എന്തോ എനിക്കറിയത്തില്ല. എന്തായാലും ഞാൻ ഓരോന്നോരോന്ന് യൂസ് ചെയ്തിട്ടുള്ള വീഡിയോസ് ഞാൻ ഇടും. പതുക്കെ ഇടുള്ളൂ, കാരണം എനിക്കിത് പഠിക്കണം. ഫസ്റ്റ് ഇത് എന്താണെന്ന് എനിക്ക് പഠിക്കണം. അതിനുശേഷം ഞാൻ ഓരോന്നോരോന്ന് ഇടാം കേട്ടോ. പിന്നെ നിങ്ങൾക്ക് അറിയുന്നവരുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് എനിക്കൊന്ന് പറഞ്ഞു തരാം. നമുക്കിത് ഊരാം. ഇതും കേളിങ്ങിൻ്റെ പോലെ എന്നാണ് എനിക്ക് തോന്നുന്നത്. ഓ മൈ ഗോഡ്, ഇതെങ്ങനെ ഇത് കുടുങ്ങി പോയി. ഇത് ടൈറ്റായിട്ട് ഞാനിത് കുറേ പണി തൊട്ട് ഇതിങ്ങനെ ഊരാൻ വേണ്ടിയിട്ട്. പിന്നെയാണ് എനിക്ക് മനസ്സിലായത് കണ്ടോ, ഇവിടെ പ്രസ്സിങ് ഉണ്ട്. ഇത് നമ്മളിങ്ങനെ പ്രസ് ചെയ്തിട്ട് ഇതിങ്ങനെ നമ്മളിങ്ങനെ വെക്കുന്ന സാധനം. ഇത് ഞാൻ പിടിച്ചിട്ട് ഇങ്ങനെ പിടിച്ച് വലിയാണ്. ഇത് ഓപ്പൺ ആവുന്നില്ല. പിന്നെ കുറച്ച് എനിക്ക് ഇത് പ്രസ് ചെയ്തപ്പോഴാണ് ഇതിങ്ങനെ ഓപ്പൺ ആയിട്ട് വന്നത്. ഇങ്ങനെ നമുക്ക് ഓരോന്നും പഠിക്കാൻ പറ്റും. ഇതിങ്ങനെ ഓപ്പൺ ആക്കണം, ക്ലോസ് ആക്കണം ഞാൻ പഠിച്ചു. ഇനി അടുത്തത് ഇതും കേളിങ്ങിൻ്റെ പോലത്തെ ഒരു ഇതാണ് എനിക്ക് തോന്നണത്. കേളി ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരു സ്വിച്ചൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് വേണ്ടില്ലേ. ഇതും നമുക്കിങ്ങനെ ഇങ്ങനെ ഇതും കേളിങ്ങിൻ്റെ ഇങ്ങനെ വെച്ച് കേളിങ്ങിനെ പോലത്തെ ഒരു ഓപ്ഷൻ ആയിരിക്കും എനിക്ക് തോന്നുന്നത്. കാരണം ഏകദേശം ഇതൊക്കെ ഒരേപോലെ തന്നെ എനിക്ക് തോന്നുന്നുണ്ട്. ഇതിനകത്തുള്ള ഇതിൽ മാത്രമേ ചെറിയ വ്യത്യാസം കാണുന്നുള്ളൂ. ഇത് കുറച്ചൊരു സോഫ്റ്റാണ്. ഇത് വേറെ എന്തോ ഒരു ബ്രഷ് ടൈപ്പ് സാധനമാണ്. ഇതിനകത്തിന് വേറെ എന്തെങ്കിലും ഉണ്ടോ എന്ന് എനിക്കറിയില്ല. കേളിങ്ങിൻ്റെ തന്നെ വേറെ ഏതെങ്കിലും ഒരു ഓപ്ഷൻ ആയിരിക്കും. നമ്മൾ പല സൈസ് കേളിങ് കണ്ടിട്ടില്ല. ഇങ്ങനെ ഒരു സൈഡ് ഇങ്ങനെ വളഞ്ഞ് വരുന്നുണ്ട്. ചിലത് മൊത്തത്തിൽ ഇങ്ങനെ കേളായിട്ട് വരുന്നത്. അങ്ങനത്തെ എന്തെങ്കിലും ആയിരിക്കും തോന്നുന്നു. അറിയുന്നവർ കമൻറ്റ് ചെയ്യണേ. ഇതും എനിക്കിവിടെ ലോക്കായി പോയി. ബട്ടൺ ഇടുന്നതിന് മുന്നേ എനിക്കിത് ലോക്കായി പോയി. ഇതും ഒന്ന് ഞാൻ ഓക്കെ കിട്ടി. അപ്പം ഇത് മൂന്നാമത്തെ കേട്ടോ. പിന്നെ ഇത് 4-മത്തെ. ഇത് സത്യം പറഞ്ഞാൽ എനിക്ക് മനസ്സിലാവുന്നില്ല. ഇനി ഹെയർ തെറ്റിദ്ധരിക്കരുത്, ഹെയർ ഉണക്കാനാണോ എനിക്കറിയത്തില്ല. സത്യമായിട്ട് എനിക്കെന്താ മനസ്സിലായില്ല. ഇതിനകത്ത് കൂടെ ചിലപ്പോൾ നമുക്കിത് ഓൺ ആക്കിയിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ എന്തെങ്കിലും മനസ്സിലാവുമായിരിക്കും. എനിക്ക് തോന്നുന്നത് ഇനി നനഞ്ഞ ഹെയർ ഉണക്കാനായിട്ടാണോ, ഹീറ്ററാണോ അറിയില്ല. അപ്പോൾ ഇത് 4-മത്തെ. ഇത് നെക്സ്റ്റ് ഇതാണ്. ഇതും ഇങ്ങനെ തന്നെ ഇതിൽ തന്നെ ഇട്ട് കൊടുക്കുന്നു. ഇത് നമ്മളിങ്ങനെ ചെയ്യാൻ വേണ്ടിയിട്ട് സ്ട്രെയിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉള്ള കോമ്പാണ് കേട്ടോ.
ഇത് ഞാൻ കുറേ ഇതിൽ പരസ്യത്തിലൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു, ഇങ്ങനെ സ്ട്രൈറ്റ് ചെയ്യുന്നത്. അതാണെന്ന് തോന്നുന്നു. ഇത് 5ാമത്തെ. നെക്സ്റ്റ് ഇതാണ്. ഇതും ഇതിൽ തന്നെ, ഇതിൽ കയറിയിട്ടില്ല കേട്ടോ. ഇങ്ങനെ ഇതും കോമ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എനിക്ക് തോന്നുന്നത്. ആയിരിക്കും. ഇതും കോമ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് തോന്നുന്നത്. കോമ്പിങ് പോലെ തന്നെ തോന്നുന്നുണ്ട്. ഇതും നമുക്ക് ഓൺ ചെയ്താൽ മനസ്സിലാവുമായിരിക്കും. സ്ട്രൈറ്റ് ചെയ്യുന്നതിൻ്റെ വേറെ എന്തെങ്കിലും ഒരു ടൈപ്പ് ആയിരിക്കണം. കേൾക്കാം. എനിക്ക് ഹെയറിനെ പറ്റി ഒന്നും അറിയത്തില്ല കേട്ടോ, അതാണ് ഞാൻ ഇങ്ങനെ സംസാരിക്കുന്നത്. എന്തെങ്കിലുമൊക്കെ എനിക്ക് അറിയാമായിരുന്നു, ഞാൻ എന്തെങ്കിലും പറഞ്ഞുതരും. പക്ഷേ എനിക്ക് ഇതിനെപ്പറ്റി ഒരു വക അറിയില്ല. മേക്കപ്പ് ആണെങ്കിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ നമുക്ക് പറയാൻ പറ്റും. ഇത് സത്യം പറഞ്ഞാൽ എനിക്ക് അറിയത്തില്ല. ഞാൻ ഹെയറിൽ വലിയ പണിയൊന്നും ചെയ്യാറില്ല, അതുകൊണ്ട് എനിക്ക് ആകെ കൺഫ്യൂഷൻ. അപ്പോൾ 1 2 3 4 5 ഇപ്പം 5 6 ഐറ്റംസാണ്. പിന്നെ ഇത് നോർമൽ കോമ്പ് പോലെ തന്നെ എനിക്ക് തോന്നുന്നുണ്ട്. പക്ഷേ ഭയങ്കര ഹാർഡാണ് കേട്ടോ, ഭയങ്കര ഹാർഡാണ്. നമുക്കിങ്ങനെ ശരിക്കും നമുക്ക് സ്കാൽപ്പിലേക്ക് കുത്തുന്ന അറിയാൻ പറ്റും. ഇതിന് വേറെ എന്തിനെങ്കിലും യൂസ് ചെയ്യുന്നതാണോ എന്ന് അറിയത്തില്ല കേട്ടോ. അതായത് ഹെയറിൽ എന്തിനോ യൂസ് ചെയ്യുന്നതാണ്. അത് നമുക്ക് ഞാൻ കുറേ വീഡിയോയിലൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ, യൂട്യൂബ് ചാനലിൽ. പക്ഷേ എനിക്ക് എല്ലാത്തിൻ്റെ ഒന്നും എനിക്ക് കിട്ടിയില്ല. ആദ്യം സ്ട്രൈറ്റ് ചെയ്യുന്നതിൻ്റെ പിന്നെ കേൾ ചെയ്യുന്നതിൻ്റെ ഇതിൻ്റെതും ഞാൻ കണ്ടു, പക്ഷേ ബാക്കിയൊന്നും എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഓരോന്ന് അടിച്ചു നോക്കാം. കിട്ടാത്തത് എനിക്ക് അറിയാത്തതുണ്ടെങ്കിൽ നിങ്ങളൊന്ന് പറഞ്ഞ് എനിക്ക് ഹെൽപ്പ് ചെയ്തു തരാം കേട്ടോ. അപ്പോൾ പിന്നെ ലാസ്റ്റൊക്കെയാണ് കേട്ടോ. ഇതും ഇതിൽ തന്നെ ഫിറ്റ് ചെയ്യുന്നതാണ്. ഇത് LED പോലെയുണ്ട്, LED ലൈറ്റ് പോലെയുണ്ട്. ഇതെന്താ സംഭവം എന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. ഇതാണ് അടുത്തത്. അപ്പോൾ ടോട്ടൽ 8 എണ്ണമാണ് കേട്ടോ. സത്യം പറഞ്ഞാൽ എനിക്ക് ഒരു വക അറിയത്തില്ല. ഇത് നമുക്ക് നോർമലായിട്ട് കോമ്പ് ചെയ്യുന്നത്, ഇതെനിക്ക് മനസ്സിലായി. പിന്നെ ഇത് കണ്ടതുകൊണ്ട് മനസ്സിലായി, പക്ഷേ എനിക്ക് ചെയ്യാൻ അറിയത്തില്ല കേട്ടോ. ഇത് ചെയ്ത് നോക്കണം. പിന്നെ ഇത് കോമ്പ് പോലെ തന്നെ ഉണ്ട്, ഇതും കോമ്പ് പോലെ തന്നെ ഉണ്ട്. ഇത് കേൾ ചെയ്യുന്നത് എല്ലാം എന്തൊക്കെയൊക്കെയോ, പക്ഷെ എല്ലാം സൂപ്പറാണ്. നമ്മൾ 1 2 പ്രാവശ്യം നമ്മൾ ട്രൈ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്ക് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുമായിരിക്കും, അങ്ങനെ എനിക്ക് തോന്നുന്നുണ്ട്. എന്തായാലും പഠിച്ചതിന് ശേഷം എൻ്റെ പുതിയ വീഡിയോകൾ നിങ്ങൾക്ക് കാണാൻ പറ്റും ഹെയറിലുള്ളത് കേട്ടോ. അപ്പം എല്ലാവരും വെയിറ്റ് ചെയ്യുക. പിന്നെ ഫുൾ ഹെയറിലായിരിക്കും കേട്ടോ കളി. അപ്പോൾ എന്തായാലും ഞാൻ പഠിക്കുന്നതിനൊന്ന് വെയിറ്റ് ചെയ്യുക. അപ്പോൾ ഇതാണ് മൾട്ടി ഫംഗ്ഷൻ ഹെയർ സ്റ്റൈലർ സിസ്റ്റത്തിൽ വന്നിരിക്കുന്ന ഇത്രയും സംഭവങ്ങളാണ്. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.